റെസിസ്റ്റൻസിനുള്ള ഇക്വേഷൻ ഓംസിലനുസരിച്ച് V/I ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉപയോഗിച്ച് നമ്മൾ റെസിസ്റ്റൻസിനുള്ള മറ്റൊരു ഇക്വേഷൻ കണ്ടെത്തിയിരുന്നു. ആ ഇക്വേഷൻ നമുക്കൊന്ന് പരിശോധിക്കാം. R = ml/ANE². അതായത് ഒരു കണ്ടക്ടറിൽ കൂടി നമ്മൾ കറണ്ടിനെ കടത്തിവിടുകയാണെങ്കിൽ ആ കണ്ടക്ടർ ആ കറണ്ടിൻ്റെ ഒഴുക്കിനെ ഒരല്പം പ്രതിരോധിക്കും. അതിൻ്റെ ആ പ്രതിരോധ കപ്പാസിറ്റീനെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ആരെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫാക്ടേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ റെസിസ്റ്റൻസ്. നമ്മുടെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടറിൽ കൂടി നമ്മൾ കറണ്ട് കടത്തിവിടുകയാണെങ്കിൽ ആ കണ്ടക്ടർ തീർച്ചയായിട്ടും ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ആ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഇക്വേഷൻ നമ്മൾ പരിഗണിക്കണം. R = ml/ANE². അതിൽ m എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ മാസാണ്. L എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കണ്ടക്ടറിൻ്റെ ലെങ്ത്. ക്യാപിറ്റൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. n എന്ന് പറയുന്നത് നമ്പർ ഡെൻസിറ്റിയാണ്, അതായത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. E എന്ന് പറയുന്നത് ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. ടോ എന്ന് പറയുന്നത് അവിടുത്തെ റിലാക്സേഷൻ ടൈം. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കി നോക്കാം. m എന്ന് പറയുന്നത് മാസ് ഓഫ് ദി ഇലക്ട്രോൺ ആണ്. L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. N നമ്പർ ഡെൻസിറ്റി. E ചാർജ് ഓഫ് എൻ ഇലക്ട്രോൺ. ടോ എന്ന് പറയുന്നത് റിലാക്സേഷൻ ടൈം. ഇതിൽ മാസ് ഓഫ് ദി ഇലക്ട്രോണും ചാർജ് ഓഫ് ദി ഇലക്ട്രോണും എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. അതിന് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ നിങ്ങൾ ആ ഇക്വേഷനിലേക്ക് ഒന്ന് നോക്കൂ. R എന്ന് പറയുന്ന റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. Rഉം Lഉം ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. A എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ആരുടെ? കണ്ടക്ടറിൻ്റെ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും റെസിസ്റ്റൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡെൻസിറ്റിയാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. നമ്മുടെ കയ്യിൽ ഒരു കണ്ടക്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. അത് പക്ഷേ കോപ്പർ ആയിരിക്കാം, അലുമിനിയം ആകാം, ഒരു പക്ഷേ അത് സിൽവറും ആകാം. ഓരോ മെറ്റീരിയൽസിനനുസരിച്ചും അതിൻ്റെ നമ്പർ ഡെൻസിറ്റി മാറി വരും. ഏറ്റവും കൂടുതൽ നമ്പർ ഡെൻസിറ്റി ഉള്ളത് ഒരുപക്ഷെ സിൽവറിനായിരിക്കും. സിൽവറാണ് ഏറ്റവും നല്ല കണ്ടക്ടർ. അതിൽ ഒരുപാട് ഇലക്ട്രോൺസ് യൂണിറ്റ് വോളിയത്തിലുണ്ടാകും. ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് യൂണിറ്റ് വോളിയത്തിലുണ്ടാകും. അതിനേക്കാൾ ഒരു അല്പം കുറവായിരിക്കും ഒരുപക്ഷെ കോപ്പറിന്. അതിനേക്കാളും ഒരു പടി താഴെയായിരിക്കും നമ്മുടെ അലുമിനിയത്തിന്. അങ്ങനെയെങ്കിൽ നമ്പർ ഡെൻസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ദി കണ്ടക്ടറാണ്. R നേച്ചർ ഓഫ് ദി കണ്ടക്ടറുമായി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി E എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു, നമ്മളതവിടെ എടുക്കുന്നില്ല. ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം ശരിക്കും ടെമ്പറേച്ചറുമായി ഡിപ്പെൻഡൻ്റ് ആണ്. നമ്മൾ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് ഇലക്ട്രോണുകൾ കൊളൈഡ് ചെയ്യും. അപ്പോൾ രണ്ട് സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള ടൈം പെട്ടെന്ന് കുറയും. റിലാക്സേഷൻ ടൈം അവിടെ കുറയും. ടെമ്പറേച്ചർ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു, അവിടെ പെട്ടെന്ന് കൊളീഷൻസ് നടക്കുന്നു. ആ രണ്ട് കൊളീഷൻസിൻ്റെ ഇടയിലുള്ള ടൈം അവിടെ കുറയുന്നു, റിലാക്സേഷൻ ടൈം കുറയുന്നു. ടെമ്പറേച്ചർ കൂടുന്നു, റിലാക്സേഷൻ ടൈം കുറയുന്നു. R റിലാക്സേഷൻ ടൈമുമായി ഡിപ്പെൻഡൻ്റ് ആണ്. അതേപോലെ തന്നെ റെസിസ്റ്റൻസ് ടെമ്പറേച്ചറുമായും ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഒന്നാമത്തേത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. എങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. R ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. രണ്ടാമത്തെ നോക്കൂ, A ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ. അതെങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഏരിയ വരുന്നത് ഡിനോമിനേറ്ററിലാണ്, R റെസിസ്റ്റൻസ് വരുന്നത് ന്യൂമറേറ്ററിലാണ്. രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. പിന്നെ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് N ആണ്, അതായത് നമ്പർ ഡെൻസിറ്റി. നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയലിനും വ്യത്യസ്തമാണ്. റെസിസ്റ്റൻസ് ഓരോ മെറ്റീരിയൽസിൻ്റെ സ്വഭാവങ്ങൾക്കനുസരിച്ച് മാറും. നേച്ചർ ഓഫ് ദി കണ്ടക്ടർ ഓർ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് നേച്ചർ ഓഫ് ദി കണ്ടക്ടർ ഓർ നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ.
ലാസ്റ്റ് വൺ ഈ കോൺസ്റ്റൻ്റ് ആണ്. ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലാക്സേഷൻ ടൈം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. റെസിസ്റ്റൻസ് ഡിപ്പെൻസ് റിലാക്സേഷൻ ടൈം ഡിപ്പെൻസ് ടെമ്പറേച്ചർ. സോ റെസിസ്റ്റൻസ് ഡിപ്പെൻസ് ടെമ്പറേച്ചർ. ഈ 4 ഫാക്ടേഴ്സാണ് പ്രധാനമായും റെസിസ്റ്റൻസുമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടർ, നേച്ചർ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു റെസിസ്റ്റൻസും ലെങ്ത് ഓഫ് ദി കണ്ടക്ടറും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. റെസിസ്റ്റൻസും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി കണ്ടക്ടറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം R proportional to L divided by A. R is proportional to, directly proportional to length. R is inversely proportional to A. ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈനെ മാറ്റാനായി നമുക്ക് വേണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആ കോൺസ്റ്റൻ്റ് ആണ് റോ. ആ റോയെ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. R is equal to rho into L divided by A. ഇതിൽ നിന്ന് റോ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. റോ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഏരിയ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, എൽ എന്ന് പറയുന്ന ലെങ്ത്തും ലെഫ്റ്റിലേക്ക് വരുന്നു. റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ. എ നേരെ ന്യൂമറേറ്ററിലേക്ക് വരും, എൽ നേരെ ഡിനോമിനേറ്ററിലേക്കും വരും. ബാക്കി നമുക്ക് കിട്ടുക റോ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എൽ. ഇത് റെസിസ്റ്റിവിറ്റിക്കുള്ള ഇക്വേഷനാണ്, ഇത് റെസിസ്റ്റൻസിനുള്ള ഇക്വേഷനുമാണ്. നമുക്ക് ഓൾറെഡി റെസിസ്റ്റൻസിനുള്ള ഒരു ഇക്വേഷൻ ഇവിടെയുണ്ട്. നമ്മളത് ഡിഡ്യൂസ് ചെയ്തതാണ്. നമ്മുടെ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് ഉപയോഗിച്ച് നമ്മൾ ഡിഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് ആർ ഇസ് ഈക്വൽ ടു എം എൽ ബൈ എ എൻ ഇ സ്ക്വയർ ടോ. ഇത് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തൊരു കുഞ്ഞൊരു ഇക്വേഷനാണ് ആർ ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ എ. ഈ 2 ഇക്വേഷൻസ് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ലെഫ്റ്റ് സൈഡ് ആറാണ്, ഇവിടെയും ലെഫ്റ്റ് സൈഡ് ആറാണ്. ഇവിടെ എൽ ഡിവൈഡഡ് ബൈ എ ഉണ്ട്, ഇവിടെയും എൽ ഡിവൈഡഡ് ബൈ എ ഉണ്ട്. അങ്ങനെയെങ്കിൽ റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റിക്ക് പകരം കിടക്കുന്ന ആളാരാണ്? റോ എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റിക്ക് പകരം ഇവിടെ കിടക്കുന്ന ആൾക്കാരൊക്കെയാണ്? എല്ലും എയും മാറ്റി നിർത്തുക. ബാക്കി എം ഡിവൈഡഡ് ബൈ എൻ ഈ സ്ക്വയർ ടോ. അതായത് റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ എൻ ഈ സ്ക്വയർ ടോ. റെസിസ്റ്റൻസ് നമുക്ക് 2 ഇക്വേഷനായി, റെസിസ്റ്റിവിറ്റിക്കും ഈ ഒരു കേസിൽ 2 ഇക്വേഷനായി. റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്: ലെങ്ത്, ഏരിയ, നേച്ചർ ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദ ടെമ്പറേച്ചർ.